അഡ്വക്കേറ്റ് രാംകുമാർ സാറിലേക്ക് എത്തുകയാണ്. സാർ, ഒരു കാര്യം ഇവിടെ അഡ്വക്കേറ്റ് ഹസ്കർ പറഞ്ഞ ഒരു കാര്യം, ഈ പ്രത്യേക അന്വേഷണ സംഘം കൃത്യമായി അന്വേഷണം നടത്തുന്നുണ്ട്. അതുകൊണ്ടാണ് CPM-ൻ്റെ പ്രമുഖ നേതാക്കൾ, CPM നിയോഗിച്ച മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ അംഗമടക്കം അകത്ത് പോയത്. അതുകൊണ്ട് കൃത്യമായ അന്വേഷണം നടത്തുന്നുണ്ട്. ഹൈക്കോടതി ഇതിലൊന്നും വിയോജിപ്പ് പറഞ്ഞില്ലല്ലോ എന്ന്. അങ്ങനെയല്ല, ഹൈക്കോടതി കൃത്യമായ അന്വേഷണം നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചിരുന്നു. അതിനുശേഷമാണ് ദേവസ്വം ബോർഡ് മുൻ മന്ത്രി കൂടിയായിട്ടുള്ള കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യാനെങ്കിലും തയ്യാറായത്. അപ്പോൾ SIT-യുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ അന്വേഷണം കൃത്യമായി മുന്നോട്ട് പോകും, എല്ലാ കള്ളന്മാരെയും രാഷ്ട്രീയം നോക്കാതെ പിടികൂടും എന്നങ്ങ് വിശ്വസിക്കുന്നുണ്ടോ അഡ്വക്കേറ്റ് രാംകുമാർ? ഒരു കാര്യം ആരും വിസ്മരിക്കരുത്. SIT-ക്ക് എതിരായി ആരോപണം ഉന്നയിച്ചത് പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശനാണ്. ശ്രീ രമേശ് ചെന്നിത്തലയാണ് വിപുലമായ അന്വേഷണം വേണമെന്ന് പറഞ്ഞത്. ഇതൊന്നും പറഞ്ഞത് മറ്റ് രാഷ്ട്രീയ കക്ഷികളല്ല. അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ 2 പ്രമുഖ നേതാക്കന്മാർക്ക് SIT-യിൽ വിശ്വാസമില്ല എന്ന് ജനങ്ങളെ അവരറിയിച്ചു കഴിഞ്ഞു. ആ സ്ഥിതിയിൽ ഈ കേരളത്തിലെ ജനങ്ങളുടെ ഉറക്കം കെടുത്തുന്ന സ്വർണ്ണ മോഷണം ആര് തെളിയിക്കും? CBI അല്ലാണ്ട് ആരുണ്ട് യുക്തമായിട്ട്? പിന്നെ എന്തിനാ അതിനെ എതിർക്കുന്നത്? 2 കോൺഗ്രസ് നേതാക്കന്മാർ പറയണു SIT-യിൽ മാർക്സിസ്റ്റ് അനുഭാവികളെ കുത്തിത്തിരുകി. മറ്റൊരു കോൺഗ്രസ് നേതാവ് പറയണു ഇതിന് അന്തർദേശീയ മാനങ്ങളുണ്ട്, അതുകൊണ്ട് വിപുലമായ അന്വേഷണമാണ്. ചുരുക്കത്തിൽ SIT അന്വേഷിച്ചാൽ പോരാ എന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രതിനിധികളാണ്. അവർക്ക് അതിൽ നിന്ന് എങ്ങനെ മാറും? ഇപ്പോൾ അസൗകര്യമായ ചില ഫോട്ടോകൾ വന്നപ്പോഴാണ് ചുവടുമാറ്റം തുടങ്ങിയത്. അത് മാന്യതയല്ല. ഇവിടെ രാഷ്ട്രീയ കക്ഷികളുടെ ദയനീയമായ പതനം ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് പ്രത്യയശാസ്ത്രത്തെ പറ്റി ഒന്നും സംസാരിക്കാനില്ല, സാമ്പത്തികമായ പ്ലാനിങ്ങിനെ കുറിച്ച് ഒന്നും സംസാരിക്കാനില്ല, വികസനത്തിനെ കുറിച്ച് ഒന്നും സംസാരിക്കാനില്ല. മതപരമായ ജനങ്ങളുടെ വികാരത്തിനെ ഇളക്കുന്ന ഒരു വിഷയം വെച്ച് തെരഞ്ഞെടുപ്പ് നേരിടാനുള്ള ദയനീയമായ പതനത്തിലേക്ക് കേരളത്തിലെ രാഷ്ട്രീയ കക്ഷികൾ പതിച്ചിരിക്കുകയാണ്. കൃത്യമായ നിരീക്ഷണമാണ് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടായിരിക്കുന്ന ജീർണതയാണ് ഇതിലൂടെ വെളിപ്പെടുന്നത്. പ്രത്യേകിച്ചും വിശ്വാസ സമൂഹത്തെ മുറിവേൽപ്പിച്ചുകൊണ്ട് എത്രമാത്രം അവിടെ കൊള്ള നടത്തിക്കൊണ്ട് പരമാവധി ലാഭം കൊയ്ത് രാഷ്ട്രീയ വോട്ടുകൾ നേടി എങ്ങനെ അധികാരം നേടാം എന്നുള്ളത് മാത്രമാണ് ഇടതു വലത് മുന്നണികളുടെ എല്ലാം ലക്ഷ്യം. അത് ഈ ശബരിമല സ്വർണ്ണ കവർച്ചയിലൂടെ അത് വെളിപ്പെടുന്നു എന്നുള്ളതാണ് ഈ ചർച്ചയിലൂടെ രൂപപ്പെടുന്ന അഭിപ്രായം.